everyone and welcome to our channel. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പുതിയ ഫേസ് മാസ്ക് ട്രൈ ചെയ്യാനാണ്. അത്ര പുതിയതൊന്നുമല്ല ഈ ഫേസ് മാസ്ക്. ഇത് ഏകദേശം ഒരു വർഷത്തെ പഴക്കമുള്ള ഒരു സംഭവമാണ്. അന്നൊക്കെ ഒരു വർഷം മുന്നേക്കെ ടിക്ടോക്കിലും യൂട്യൂബിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിട്ടുള്ള സീവീഡിന്റെ ഫേസ് മാസ്ക് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത്. അതായത് നമ്മുടെ കസ്കസിന്റെ ഫേസ് മാസ്ക്. അപ്പോൾ സംഭവം നല്ല എഫക്റ്റീവാണ്, നല്ല അടിപൊളിയാണ്. ഞാൻ യൂസ് ചെയ്തു. ഇപ്പം ഞാനിത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എഫക്റ്റാണ് ഈ കാണുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ എഫക്റ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് ലൈവായിട്ട് ഇപ്പോൾ കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ മാസ്ക് ഒരുപാട് ആളുകൾ പരീക്ഷിച്ചിട്ടുണ്ട്. സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, സാധാരണ നമ്മുടെ ഒരുപാട് ബ്യൂട്ടി ബ്ലോഗേഴ്സ് ആയിക്കോട്ടെ, എല്ലാവർക്കും പരീക്ഷിച്ച ഒരു സംഭവമാണ് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു എഫക്റ്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ ഇത് ഡെഫിനറ്റ് ആയിട്ടും ചെയ്ത് നോക്കേണ്ട ഒരു മാസ്ക് ആണ്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോവാം. ഈ മാസ്ക് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ആകെ 3 സാധനങ്ങളുടെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ അതിൽ മെയിൻ സാധനമാണ് നമ്മുടെ ഈ കസ്കസ് എന്ന് പറയുന്ന സീവീഡ് എന്നൊക്കെ പറയുന്ന ഈ സാധനം. കണ്ടോ, കണ്ടു കഴിഞ്ഞാൽ എള്ളൊക്കെ പോലെ തോന്നിക്കുന്ന സാധനമാണ്. നമ്മൾ സാധാരണ ജ്യൂസിലും വെള്ളത്തിലൊക്കെ ഇട്ട് കുടിക്കാറുണ്ടല്ലോ, ആ സാധനം അത് തന്നെ കസ്കസ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 സ്പൂണ് പാല്, പിന്നെ കുറച്ച് വെള്ളം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ കസ്കസിനെ വെള്ളത്തിലേക്കിട്ട് കുതിർത്തിയെടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1.5 സ്പൂണാണ് കസ്കസ് ഇട്ടത്. എന്നിട്ട് നല്ല എമൗണ്ട് ഉണ്ടായിട്ടോ സാധനം. അപ്പോൾ ഒരു 1.5 സ്പൂൺ ഞാൻ കസ്കസ് വെള്ളത്തിൽ ഇട്ടു. അപ്പോൾ ഒരു 1/4 പാത്രം ഉണ്ടായിരുന്നുള്ളൂ വെള്ളം. അപ്പോൾ അതിലേക്ക് ഇട്ട് കുതിർത്തി വെച്ചിട്ട് നല്ലപോലെ ഇളക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വീർത്ത് ഇങ്ങനെ വരണ കാണാം നമുക്ക്. ഇതൊരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നല്ലപോലെ വീർത്ത് വരും കേട്ടോ. കണ്ടോ ആ സംഗതി നമുക്ക് വീർത്ത് വരുന്നത് കണ്ടോ? വെള്ളത്തിലേക്ക് ഇട്ടുള്ളപ്പോഴത്തേക്കും അതങ്ങനെ വീർത്ത് വന്നു തുടങ്ങി. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും കസ്കസ് നല്ല പോലെ സെറ്റായി കണ്ടാവും. അപ്പോൾ അതിനാ പാത്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലും അവശേഷിക്കുന്നില്ല. അപ്പോൾ ഞാൻ അതിലേക്ക് ആ പാലും കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ, അബ്സോർബ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഇതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ചെറിയ ജാറിലേക്കാണ് നമ്മൾ ഇടുന്നത്. അപ്പം നല്ല പോലെ അരച്ചെടുക്കണേ. ഇതിനകത്തേക്ക് ഇനി വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് മൂടി വെച്ചിട്ട് നമുക്കിനി അടിച്ചെടുത്തിട്ട് വരാം. ഇത് അരഞ്ഞ് വന്നപ്പോൾ ഇങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് ഉള്ളത്. കണ്ടോ, നല്ല കട്ട പോലെ നമ്മുടെ ഈ ബബിൾക്കൊക്കെ പോലെ വലിഞ്ഞ് വരുന്ന ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ സംഭവം ഉള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമുക്കും വേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് മാസ്ക്. നമ്മൾ ഇനി ഇത് ഫേസിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മുഖത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഒരു വർഷം മുന്നേ ടിക്ടോക്കിലും യൂട്യൂബിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു തരംഗമായിട്ടുണ്ടായിരുന്ന ഒരു മാസ്ക് ആണ്. അപ്പോൾ ഇത്ര നാളായിട്ട് ഞാനത് ചെയ്ത് നോക്കിയിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മൾ സാധനം അരച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ ഈ സാധനം ഇരിക്കുന്നത്. കണ്ട, പേസ്റ്റ് പോലെ ഒരു ബബിൾ ഗം പോലെയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് ഇട്ട് നോക്കാം കേട്ടോ. അപ്പം ആദ്യം നമുക്കിത് കുറച്ചെടുക്കാം കേട്ടോ. അധികമൊന്നും വാരത്ത് തേക്കണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് പേര് ഇതിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനും ഒന്ന് ചെയ്ത് നോക്കണ്ടേ അല്ലേ? കണ്ടേ, സംഭവം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. നല്ല തേക്കുണ്ട്. ഗ്ലാസ് സ്കിൻ എഫക്റ്റ് എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് സംഭവം. അപ്പോൾ ഇത് ഗ്ലാസ് സ്കിൻ എഫക്റ്റ് ആവും നമുക്കൊന്ന് നോക്കാം. കുറേ റിവ്യൂ ഒക്കെ ഞാൻ കണ്ടപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെയാണ്. ഒരു കൊറിയൻ ഗ്ലാസ് സ്കിൻ എഫക്റ്റ് കിട്ടുന്നത് കൊറിയൻ മാസ്ക് ആണെന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ ട്രൈ ചെയ്ത് നോക്കാമല്ലോ. മൂക്കടഞ്ഞു ഇതിങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിങ്ങനെ ഊർന്നു പോകും. നോക്കാം.
സിൽക്കാവുണ്ടായിരുന്നേ. ആ സംഭവം ഞാൻ മുഖത്തൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ഒന്ന് നോക്കാം. അതാവുമ്പോൾ നമുക്ക് നേരിട്ട് കാണാനോ. എന്താണ് എഫക്റ്റ്? ലാസ്റ്റിന് എഫക്റ്റാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എഫക്റ്റ് ആവുമ്പോൾ കാണാൻ കയ്യിൽ തേക്കാൻ സുഖം കേട്ടോ. ഇപ്പഴത്തെ ഞാൻ തേക്കുന്നില്ല. എന്താണ് വ്യത്യാസം എന്നൊക്കെ അറിയുന്നു. അപ്പൊ നമുക്കിത് ഒന്ന് ഉണങ്ങട്ടെ. ഉണങ്ങിയിട്ട് റിസൾട്ട് പറയാം. ഊർന്ന് പോകുന്നു. നമുക്ക് ഒന്നാണ് വെയിറ്റ് ചെയ്യാം. അതാ ഞാൻ നല്ലപോലെ തേച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ തേച്ച് ഇവിടെയൊക്കെ തേച്ച് പിന്നെ മൂക്കിൻ്റെ അവിടെ തേച്ചിട്ട് ഇരിക്കുന്നു. മാത്രമല്ല എൻ്റെ മൂക്കിന് അപ്പോൾ നമ്മുടെ കയ്യിലത്തെ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. മുഖത്തുണങ്ങിയിട്ടില്ല, കാരണം ഞാൻ കട്ടിക്കിട്ടേക്കുന്നുണ്ട്. മുഖത്താണ് ഉണങ്ങിയിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ ആദ്യം കഴുകിയിട്ട് വരാം. അപ്പോൾ എന്താണ് അതിൻ്റെ റിസൾട്ട് എന്ന് നോക്കാമല്ലോ. എന്തായാലും കഴുകിയിട്ട് വരാം കേട്ടോ. കണ്ടാ നല്ല ഡിഫറൻസ് ഇല്ലേ? കണ്ട ഇവിടെയൊക്കെ നല്ല കറുത്ത വളം നമ്മൾ പോയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആ സെപ്പറേഷൻ അറിയാൻ പറ്റും. അടിപൊളി. ഇനി മുഖത്ത് എന്താവുന്നു നോക്കി പറയാം കേട്ടോ. ഇനിയിപ്പം മുഖത്ത് നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. മുഖത്ത് നമുക്ക് വാഷ് ചെയ്തിട്ട് വരാം. അപ്പൊ ഞാൻ സംഭവം കഴുകിയിട്ടുണ്ട്. ഭയങ്കര എഫക്റ്റ് ആണ് അല്ലേ? ഭയങ്കര വൈറ്റനിങ് എഫക്റ്റ് ആണ് കേട്ടോ. ഭയങ്കര കളറ്. എൻ്റെ ഫേസിൽ എന്തൊക്കെയോ തേച്ച പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് നല്ലൊരു ചേഞ്ച് വന്നിട്ടില്ലേ? അപ്പോൾ സംഭവം ഫേക്ക് ഒന്നല്ല കേട്ടോ. അതെല്ലാവരും പരീക്ഷയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളായിരിക്കും ഇത് ലാസ്റ്റ് പരീക്ഷിക്കുന്നത്. ഇപ്പം ഞാനായിരിക്കും ഇത് ഏറ്റവും ലാസ്റ്റ് പരീക്ഷിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ആളുകളും തന്നെ ഇത് പരീക്ഷയൊക്കെ അയറ്റുന്നതാണ്. ഇത്രയും വൈറലായിട്ടുള്ള മാസ്ക് ഞാൻ എന്തുകൊണ്ടാണ് അന്ന് ചെയ്തില്ല എന്നെനിക്ക് തോന്നി. എന്തുകൊണ്ടാണ് ഞാനത് അന്ന് ട്രൈ ചെയ്തില്ല അല്ലേ? അന്ന് ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ നല്ലൊരു എഫക്റ്റ് ഉണ്ടല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ സംഭവം. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കുക. എന്നിട്ട് റിസൾട്ട് എന്താണെന്ന് കമൻറ്റിൽ അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്താണ് നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം, അതൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ സാധനം ഭയങ്കര എഫക്റ്റീവാണ്. എല്ലാവരും ഈ മാസ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ മുഖത്തിന് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല. ആ മാസ്ക് മാത്രം ഇട്ടിട്ടുണ്ടോ കണ്ടോ? ഒന്നും ഇട്ടിട്ടില്ല. നല്ല ഫൗണ്ടേഷനൊക്കെ ഇട്ട പോലെയൊക്കെ ഉണ്ടല്ലേ? പക്ഷെ നല്ല ഷൈനി ആയിട്ടുള്ള സ്കിന്നൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വിചാരിച്ച പോലെയല്ല, സംഭവം പൊളിയാണ്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. മിക്കവാറും ഞാനായിരിക്കും ലാസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത്. നിങ്ങളൊക്കെ ചിലപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഇനി ഇത് ചെയ്ത് നോക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കാം. അടിപൊളിയാണ് സാധനം. പെട്ടെന്നൊന്നും പറ്റില്ല. ഒരു അരമണിക്കൂറൊക്കെ നമ്മൾ സമയം എന്തായാലും വേണ്ടി വരും. ഒരു അരമണിക്കൂർ എടുത്തിട്ട് ഇതിങ്ങനെയൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു വൈറ്റനിങ് ഫീലൊക്കെ നമുക്ക് ഉണ്ടാവും. നല്ലൊരു വൈറ്റനിങ് ആണ് കേട്ടോ. നല്ല ഷൈനി ആയിട്ടുള്ള നല്ലൊരു വൈറ്റനിങ് ആണ്. അപ്പോൾ നമുക്കിത് ഇടയ്ക്കിടയ്ക്കൊന്ന് ചെയ്ത് നോക്കണമെന്നില്ല, അതൊരു കുഴപ്പമില്ല. അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഒരു കാര്യം പറഞ്ഞില്ല. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം നമ്മൾ തീർച്ചയായിട്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതുവരെ ബൈ.